എനിക്കറിയാം നീ ആദ്യമായിട്ടൊന്നും അല്ല ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുന്നതെന്ന്. ഇതിനു മുമ്പ് നീ കുറേ കണ്ടിട്ടുണ്ടാകും, ഇന്ന് തന്നെ നീ ചിലപ്പോൾ കുറേ കണ്ടിട്ടുണ്ടാകും. ഈ കണ്ട സാധനത്തിൽ നിന്നെല്ലാം നീ എന്താ ഉണ്ടാക്കിയേക്കുന്നത്? ഇൻസ്പിറേഷൻ. ഇത്രയും നാൾ കണ്ട വീഡിയോസിൽ നിന്നെല്ലാം നീ ആകെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻസ്പിറേഷൻ. ഓരോരുത്തന്മാർ പറയും, കുറേ നേരം ഇരുന്ന് കേൾക്കും, അവനെ കണ്ട് ഇൻസ്പയർ ആയി, അവൻ്റെ വാക്കുകൾ കേട്ട് ഇൻസ്പയർ ആയി, അവനെ കണ്ട് മോട്ടിവേറ്റ് ആയി. നീ ഒറ്റ കാര്യം മനസ്സിലാക്കിയോ, നീ പറയുന്ന ഇൻസ്പിറേഷനും മോട്ടിവേഷനും കൊണ്ട് നീ എവിടെ എത്താൻ പോകുന്നില്ല. അങ്ങനെ നീ എവിടെയെങ്കിലും എത്തുവരുന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളവനായി മാറിയിട്ടുണ്ടാകും. കാരണം ഇത്രയും നാൾ നീ ആകെ ഉണ്ടായിക്കൊണ്ടിരുന്ന, വർഷങ്ങളായിട്ട് നീ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു സാധനമാണ് ഈ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും നിന്നോട് പറയുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഞാനിതിപ്പോൾ നിന്നോട് പറയുന്നത് നിൻ്റെ ആ ഒരു എക്സാക്റ്റ് പൊസിഷൻ എന്താണ്, നിൻ്റെ മനസ്സിൽ ഇപ്പോൾ ആ ഒരു പെയിൻ എന്താണെന്ന് എനിക്കറിയാം. കാരണം നീ ഇരിക്കുന്ന ആ ഒരു എക്സാക്റ്റ് സെയിം പ്ലേസിൽ ഞാൻ ഇരുന്നിട്ടുള്ളത് തന്നെയാണ്. കുറേ നാൾ നീ പറയുന്നതാണെങ്കിൽ ആൻഡ്രൂ ടീറ്റിൻ്റെ വീഡിയോസ്, ഇമാം ഗാഡ്ജി, അലക്സ് ഹോർമൂസി, ഇവർ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, ഇവന്മാരുടെ എല്ലാവരുടെയും വീഡിയോസ് ഇരുന്ന് കണ്ട് ഇൻസ്പിറേഷൻ ഉണ്ടാക്കി ഇരുന്നൊരുത്തം തന്നെയാണ് ഞാനും. എൻ്റെ ആ ഒരു സൈക്കിളിൽ നിന്ന് നീ പുറത്തു വരാതെ നിനക്കൊരിക്കലും ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാകാൻ പറ്റത്തില്ല. കാരണം നിൻ്റെ ലൈഫിൽ നീ ഏറ്റവും താഴ്ന്നു കിടക്കുന്ന അവസ്ഥയും നീ ഒന്നും ചെയ്യാണ്ട് നിനക്ക് തന്നെ അറിയാം നീ ഒന്നും ചെയ്യുന്നില്ലെന്ന് ആ ഒരു അവസ്ഥയും നീ എന്തെങ്കിലും ചെയ്യുന്ന ആ ഒരു അവസ്ഥേനെ നടുക്ക് നിന്നെ ട്രാപ്പ് ചെയ്തിടുന്ന ആ ഒരു സാധനമാണ് നിൻ്റെ ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്ന നിൻ്റെ ഇപ്പം നീ കണ്ടുകൊണ്ടിരിക്കുക മോട്ടിവേഷണൽ വീഡിയോസ് അതും ഇതെന്നൊക്കെ പറയുന്ന സാധനം. കാരണം നീ ഒന്നും ചെയ്യാത്ത സമയത്ത് നിനക്കറിയാം നീ അവിടെ ഒന്നും ചെയ്യുന്നില്ല. നീ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നിനക്ക് ആ റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിനക്കറിയാം നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്, നിനക്ക് മനസ്സിലാവും ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ള ചിന്തയുണ്ടാകും. പക്ഷേ ഇതിനെ നടുക്കുള്ള ഈ സാധനം, നീ ഇപ്പം കിടക്കുന്ന ഈ ഒരു അവസ്ഥ, നിൻ്റെ ഈ ഒരു ഇൻസ്പിറേഷൻ സൈക്കിള്, നീ കുറേ വീഡിയോസ് കണ്ട് മോട്ടിവേഷൻ ഉണ്ടാക്കി ഞാൻ എന്താണൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ പ്രൊഡക്റ്റീവാണ്, ആ ഒരു സൈക്കിളിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ജസ്റ്റ് ട്രാപ്പ് ആക്കി ഇടുക ചെയ്യുന്നത്. കാരണം ആ ഒരു സൈക്കിളിൽ നീ കിടക്കുമ്പോഴത്തേക്കും നിനക്ക് നിൻ്റെ മനസ്സിങ്ങനെ തോന്നും ഞാൻ എന്താണ് ചെയ്യുന്നുണ്ട്, ഞാൻ പ്രൊഡക്റ്റീവാണ്, ഞാൻ അവരെക്കാളും എല്ലാവരെക്കാളും ഉയർന്ന ചിന്താഗതി ഉള്ളൊരുത്തനാണ്, ഞാൻ എന്തോ കൂടുതലായിട്ട് ബിൽഡ് ചെയ്യാൻ പോവുക, കുറച്ച് നാളും കൂടെ ഈ അറിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എന്താണ് സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ ഈ കുറച്ച് നാളെന്ന് പറയുന്നത് 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമല്ല, 4 വർഷമല്ല, ഇപ്പം നീ ഇത്രയും വർഷങ്ങളായിട്ടും ആ കുറച്ച് നാളിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അതാണ് റിയാലിറ്റി. കാരണം ആ ഒരു ട്രാപ്പിൽ നീ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നീ ആ ഒരു ഫേക്ക് സാറ്റിസ്ഫാക്ഷൻ, ഞാൻ എന്താണ് ചെയ്യുന്നുള്ള ആ ഒരു ഫേക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന മനസ്സിൽ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ എക്സാക്ട്ലി നിൻ്റെ ലൈഫിൽ നീ ഒന്നും ചെയ്യുന്നില്ല, നീ ആ ഒരു സൈക്കിളിൽ സ്റ്റക്കായി കിടക്കുക. അവിടെ ജസ്റ്റ് സംഭവിക്കുന്നത് നിൻ്റെ മനസ്സിൽ ആ ഒരു ഫേക്ക് ഫീലിംഗ് ജനറേറ്റ് ആകുന്നുണ്ട്, നീ ആ ഒരു ഫേക്ക് റിയാലിറ്റിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നിൻ്റെ റിയൽ ലൈഫിൽ നീ ഒരു പ്രോഗ്രസ്സും ഉണ്ടാക്കിയിട്ടില്ല. ആൻഡ് ഇതാണ് നിൻ്റെ ലൈഫിൽ നിന്നെ ഒരിക്കലും ആ ഒരു ഗ്രോത്തിലോട്ട് എത്തിക്കാൻ പോകുന്നില്ലാത്ത ഒരേ ഒരു സാധനം. നീ ഒന്നും ചെയ്യാണ്ട് കിടക്കുമ്പോഴത്തേക്കും നിനക്കറിയാം നീ ഒന്നും ചെയ്യുന്നില്ല. അപ്പോഴത്തേക്കും നിനക്ക് ആകെയുള്ള ഓപ്ഷൻ ബിൽഡായി വരിക എന്നുള്ള. നീ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും നിനക്ക് ആ ഒരു പാത്ത് പിടിച്ച് പോയാൽ മതി. പക്ഷേ നിൻ്റെ മനസ്സിൽ നീ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഞാൻ എന്താണ്ടൊക്കെ വലിയ സംഭവം ആണെന്നും പറഞ്ഞ് വിചാരിച്ചു വെച്ചിട്ട് നിൻ്റെ റിയൽ ലൈഫിൽ നിനക്ക് പ്രോഗ്രസ് ഒന്നും ഉണ്ടാകാണ്ടിരുന്നാലും നിൻ്റെ മനസ്സിന് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ കിട്ടുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരെക്കാളും മേളിലാണ്. ആ ഒരു ഫീലിംഗ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവിടെ നിന്ന് ഒരിക്കലും ഗ്രോ ആകാൻ പോകുന്നില്ല. നീ ആ ഒരു ട്രാപ്പിൽ പെട്ട് കിടക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നീ ഇപ്പോൾ ഈ കിടക്കുന്ന ആ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന സാധനം, ആ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്ന സാധനം വെറും ഒരു ട്രാപ്പാണ്. അതിൽ നിന്ന് നീ പുറത്തു വരാതെ നിനക്കൊരിക്കലും ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ എന്നോട് ഒറ്റ കാര്യം ചോദിക്കട്ടെ, നീ ജിമ്മിൽ പോകുന്നില്ല, നീ വർക്കൗട്ട് ചെയ്യുന്നില്ല, നീ ജസ്റ്റ് വീട്ടിൽ ഇരിക്കുന്ന ഒരുത്തനാണ്. നീ 24 മണിക്കൂറും വീട്ടിൽ ഇരുന്ന് കുറേ എങ്ങനെ നല്ലോണം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബോഡി ഉണ്ടാക്കാൻ പറ്റും, എന്താണ് മറ്റേ കറക്റ്റ് വർക്കൗട്ട് ചെയ്യാനുള്ള ഫോം, അതായത് ഡമ്പൽ കേൾ ചെയ്യുന്ന സമയത്ത് ഡമ്പൽ എങ്ങനെ പിടിക്കണം, എങ്ങനെ കേൾ ചെയ്യണം, എങ്ങനെ പൊക്കണം, എങ്ങനെ താത്തണം, എത്ര സെറ്റ് എടുക്കണം, എത്ര റെപ്പ് എടുക്കണം, ബ്രീത്തിങ് എങ്ങനെയാണ്, പുഷപ്പ് എടുക്കുമ്പോഴത്തേക്കും എങ്ങനെ കൈ പിടിക്കണം, എങ്ങനെ കൈ തിരിക്കണം, അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോ ഇരുന്ന് കാണുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നീ അവിടെ പുഷപ്പ് എടുക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ നീ താഴെ ഇറങ്ങി പുഷപ്പ് ചെയ്ത് നോക്കണം. നീ പുഷപ്പിൻ്റെ ഫോം എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒരു 5 വീഡിയോ മാറി ഇരുന്ന് കണ്ടാലും അവന്മാരെല്ലാം 5 വീഡിയോയിലും പറയുന്ന ആ ഒരു സെയിം സാധനം. പുഷപ്പിൻ്റെ ഫോമിന് അവിടെ മാറ്റമൊന്നുമില്ല. പക്ഷെ നീ ആ ഒരു സാധനം ഒരു പ്രാവശ്യമെങ്കിലും ഇറങ്ങി ചെയ്ത് നോക്കാതെ നിനക്കറിയാൻ പറ്റാൻ പോകുന്നില്ല നീ എന്തുമാത്രം ഇതായിട്ട് അത് ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. അതാണ് ആ ഒരു ഡിഫറൻസ്. നിനക്ക് നിൻ്റെ ലൈഫിൽ ആ ഒരു പ്രോഗ്രസ് വേണമെന്നുണ്ടെങ്കിൽ നീ ആ ഒരു ആക്ഷൻ എടുക്കണം. അല്ലാതെ കുറേ വീഡിയോസ് കണ്ട് അവൻ പറയുന്ന സാധനങ്ങളിൽ നിന്ന് ഞാൻ ഇൻസ്പയർ ആയി, എനിക്ക് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ട്, അപ്പോൾ തന്നെ അടുത്ത് കുറേ വർക്കൗട്ട് ചെയ്യേണ്ട വീഡിയോസ് ഇരുന്ന് കണ്ടുകൊണ്ട് ഒരു കാര്യമില്ല അവിടെ. ഞാനോട് പറയുന്നത് കംപ്ലീറ്റ് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഈവൻ ഞാനും കാണാറുള്ളത് തന്നെയാണ് ഇതിനെയൊക്കെ പറ്റിയുള്ള വീഡിയോസ്. അതായത് നിനക്ക് ആ ഒരു ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടി നിനക്ക് വീഡിയോസ് കാണാം. നീ വീഡിയോ കാണുന്നതുകൊണ്ട് ഞാൻ കുറ്റമായിട്ടല്ല ഇതിനെ പറയുന്നത്. പക്ഷെ ആ ഒരു മോട്ടിവേഷൻ ആണല്ല എന്നും പറഞ്ഞത് നീ ആ ഒരു ഇതിൽ തന്നെ സ്റ്റക്കായി കിടന്നാൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഞാനിപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം
എന്ന സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാനും കാണാറുള്ളത്. അതായത് എനിക്ക് അതിൽ നിന്ന് കണ്ടന്റ് ഐഡിയാസ് കിട്ടാറുണ്ട്, എനിക്ക് എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറേ സാധനങ്ങൾ കിട്ടാറുണ്ട്. അതിൽ നിന്ന് ആ ഒരു വാല്യൂ നിനക്ക് കിട്ടും, അതിൽ നിന്ന് നിനക്ക് ആ ഒരു ക്വാളിറ്റീസ് കിട്ടും, നിനക്ക് ഇൻസ്പയർ ആകാനുള്ള സാധനം കിട്ടും, നിനക്ക് ആ ഒരു വാല്യൂസ് അതിൽ നിന്ന് കിട്ടും. ആ ഒരു വാല്യൂസ് എടുക്ക്, നിന്റെ റിയൽ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും. നിന്റെ റിയൽ ലൈഫിൽ അത് വർക്കൗട്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാലേ നിനക്ക് ആ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നീ ഇപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റി കുറേ വീഡിയോ ഇരുന്ന് കണ്ട് നീ ഒരു വീഡിയോ പോലും എഡിറ്റ് ചെയ്ത് നോക്കിയിട്ടില്ലെന്നാണെങ്കിൽ നീ ആ കണ്ട നോളജ്, ഉണ്ടാക്കി വെച്ച നോളജ് ഒന്നും വെച്ച് ഒരു കാര്യമില്ല. അതാണ് ആ ഒരു ഡിഫറൻസ്. അതുകൊണ്ട് നിനക്ക് നിന്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോസും ഇൻസ്പിറേഷൻ അതും ഇതെന്നൊക്കെ പറഞ്ഞ് അതിൽ തന്നെ സ്റ്റക്കായി കിടക്കാതെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. നീ എന്തെങ്കിലും ഒരു സാധനത്തിനെ പറ്റി ഇപ്പോൾ വീഡിയോസ് കണ്ടു, അത് ഇങ്ങനെ ഓരോന്നൊക്കെ അവന്മാർ പറയും, അതിൽ നിന്ന് കേട്ടിട്ട് നിനക്ക് വേണ്ട ആ ഒരു വാല്യൂസ് എടുത്ത് അത് നിന്റെ റിയൽ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അല്ലാതെ കുറേ നോളജ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഒരുത്തനും ഇവിടെ എത്താൻ പോകുന്നില്ല. നിന്റെ തലയിൽ നിനക്കുള്ള ആ ഒരു നോളജ് നിന്റെ റിയൽ ലൈഫിൽ നീ എക്സിക്യൂട്ട് ചെയ്യുന്നവരെ, നിന്റെ റിയൽ ലൈഫിൽ എപ്പോഴാണോ നീ പ്രാക്ടിക്കലായിട്ട് ആ ഒരു എക്സിക്യൂഷൻ കൊണ്ടുവരുന്നത് അപ്പം മാത്രമേ അതിന് എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ളൂ. അത് നിന്റെ തലയിലിരിക്കുന്ന അത്രയും നാൾ നിനക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല നിന്റെ ലൈഫിൽ. നിന്റെ റിയൽ ലൈഫിൽ എപ്പോഴാണോ അതിനൊരു യൂസ് ഉണ്ടാകുന്നത്, നിന്റെ റിയൽ ലൈഫിൽ എപ്പോഴാണോ നീ അത് ഉപയോഗിക്കുന്നത്, അപ്പം മാത്രമേ നിന്റെ തലയിലുള്ള അറിവിന് എന്തെങ്കിലും ഒരു പ്രാധാന്യമുള്ളൂ. മനസ്സിലാക്ക്. അല്ലാതെ ഇനിയും നീ കുറേ വീഡിയോസും കണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പ്രൊഡക്റ്റീവ് ആണെന്നും പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരർത്ഥവും ഇല്ല. അത് നിന്റെ മനസ്സിൽ നീ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഫേക്ക് റിയാലിറ്റി, അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോവാ. ഈ വീഡിയോ നീ ജസ്റ്റ് ഒറ്റ പ്രാവശ്യം കാണേണ്ട ആവശ്യമുള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ സാധനം നീ പിന്നെ രണ്ടാമതൊരു കണ്ട് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കാരണം നീ ഇത് രണ്ടാമത് കാണുന്ന സമയം നിനക്ക് വേസ്റ്റാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒറ്റ ഇതിൽ നിനക്ക് എന്തൊക്കെ മനസ്സിലായിട്ടുണ്ടോ അതെല്ലാം നീ ഈ വീഡിയോ ഒന്ന് പുറത്തെടുക്ക്. നിന്റെ റിയൽ ലൈഫിൽ നീ യൂസ് ചെയ്യും. നിനക്ക് 100% റിസൾട്ട് ഉണ്ടാവും. ഞാൻ നിനക്ക് 100% ഗ്യാരണ്ടി തരുക. പക്ഷേ ഇനി ഈ വീഡിയോ നീ കണ്ടു കഴിഞ്ഞിട്ട് ഇതിലേലും നല്ലൊരു വീഡിയോ നോക്കി, അല്ലെങ്കിൽ ഇതിലും കൂടുതൽ പഠിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വീഡിയോ ഉണ്ടോ എന്ന് നോക്കി ഇരിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നീ ഒരു 3 വീഡിയോ കണ്ടോ, നീ ഒരു 5 വീഡിയോ ഉണ്ടോ, നീ ഒരു 10 വീഡിയോ ഉണ്ടോ, നീ ആ ഒരു വീഡിയോ കാണുന്ന സൈക്കിളിൽ തന്നെയാണ് കിടക്കാൻ പോകുന്നത്. നീ അതിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ പോകുന്നില്ല. കാരണം നിന്റെ ആ ഒരു മൈൻഡ് സെറ്റ് വീക്കാണ്. നിന്റെ മനസ്സിൽ നിനക്കെപ്പോഴും ഉള്ള ഇതിലും കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുമായിരിക്കും, ഇതിലും കൂടുതലായിട്ട് നല്ലതെന്തെങ്കിലും കിട്ടുമായിരിക്കും, ഇതിലും കൂടുതൽ പഠിച്ചിട്ട് ഞാൻ തുടങ്ങാം. ആ ഒരു ചിന്തയിൽ നിന്ന് പുറത്തു വരാൻ നിനക്കൊന്നും ചെയ്യാൻ പറ്റാൻ പോകുന്നില്ല. കാരണം നീ എപ്പോഴൊക്കെ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു അത്രയും തന്നെ അത് തീരാനും പോകുന്നില്ല. നീ അതിനെപ്പറ്റി പഠിച്ച് അത് ഒരുത്തനൊരു സാധനത്തിനെ പറ്റി മൊത്തമായിട്ട് പഠിച്ചിട്ട് എപ്പോഴൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല അവരുടെ ലൈഫിൽ. കാരണം ഒരു സാധനത്തിനെ പറ്റി നിനക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റാൻ പോകുന്നില്ല. അതാണ് നിന്റെ റിയാലിറ്റി. നിനക്ക് എന്തെങ്കിലും ഒരു സാധനം ചെയ്യണോ അത് നിന്റെ ലൈഫിൽ നീ പ്രാക്ടിക്കലായിട്ട് ആ ഒരു വർക്കൗട്ട് ചെയ്യിപ്പിച്ച് കാണിക്കുക. ആ ഒരു ടൈമിൽ നിനക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുന്ന അത്രയും നീ ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് നീ എന്തുമാത്രം പഠിക്കുന്നുണ്ടോ അത് വെച്ച് ഒരു കാര്യമില്ല. നിനക്കിപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും വാല്യൂസ് ഉണ്ടെങ്കിൽ അത് നിന്റെ റിയൽ ലൈഫിൽ എടുത്ത് ആ ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് വെച്ച് എന്തെങ്കിലും യൂസ് ഉണ്ടാക്കാൻ നോക്ക്. അത് കഴിഞ്ഞിട്ട് നീ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ നീ ഇതിലേലും നല്ല വീഡിയോസ് കണ്ടുപിടിക്കുന്നതിനെ പറ്റിയോ എനിക്കൊരു വിഷയമില്ല. ബട്ട് നീ ആ ഒരു സെയിം സൈക്കിളിൽ സ്റ്റക്കായി കിടക്കാനാണ് പോകുന്നതാണെങ്കിൽ നിന്റെ ലൈഫിൽ നീ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പം മനസ്സിലാക്ക്. നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇറങ്ങി സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ ഇപ്പം ആ റിയൽ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യിപ്പിച്ച് കാണിക്കും. നീ നിന്റെ റിയൽ ലൈഫിൽ ചെയ്യുന്ന കാര്യത്തിനല്ലാതെ നിന്റെ തലയിലുള്ള സാധനത്തിന് ഒരു വാല്യൂ ഇല്ല. അത് മനസ്സിലാക്ക്. ഐ ഹോപ്പ് ദാറ്റ് ഡു മേക്ക് സെൻസ്.